നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും എന്നെല്ലാം പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഓരോ വിധത്തിലുള്ള സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി കണക്കിലെടുക്കുന്നത് ഏഞ്ചൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പണം വശീകരണത്തിനായും പണം നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ടും ഭാഗ്യം നമ്മളെ തേടി വരുവാനുമായിട്ടുള്ള ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. പല വിധത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാനും ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുവാനും തൊട്ടതെല്ലാം പൊന്നാക്കുവാനും സാധിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന പല ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് മുഖാന്തരം ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചതായും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഞാൻ നേരത്തെ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്, പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, താന്ത്രികങ്ങൾ എന്നിവയെല്ലാം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. 1% പോലും നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല എന്നിരിക്കെ നിങ്ങൾ വെറുതെ ചെയ്തു നോക്കാം ഒഴികെ അതിൽ നമ്മുടെ ഭാഗ്യമനുസരിച്ച് നമുക്കത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഫലം ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിരിക്കും. മാത്രമല്ല പലർക്കും അതിൻ്റെ ഫലം അവർക്ക് വേണ്ട രീതിയിൽ ലഭിക്കാത്തതിൻ്റെ കാരണം എന്തെന്നാൽ ചില സമയങ്ങളിൽ അവർ ഒരു ദിവസം മാത്രം ഒരു കാര്യം ചെയ്തു നിർത്തും, വേറെ ദിവസം വേറെ വീഡിയോയിലൂടെ കാണുന്ന ഏതെങ്കിലും സ്വിച്ച് വേർഡുകളോ ഏഞ്ചൽ നമ്പറുകളോ പ്രയോഗിക്കുന്നത് കാണാം. നമ്മൾ ഏതൊരു കാര്യങ്ങളും തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമ്മളെ തേടി വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത്. ഞാൻ ഈ കാര്യത്തിനു വേണ്ടി ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യത്തിനു വേണ്ടി ഈ താന്ത്രികം ചെയ്യുന്നുണ്ട് എന്നൊന്നും തന്നെ നമ്മുടെ ചുറ്റിലുമുള്ളവരോട് നമ്മൾ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം എല്ലാവരും എല്ലാ സമയങ്ങളിലും അവരുടെ മനോഭാവം ഒരേ രീതിയിൽ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്ന ആ ഒരു അത്ഭുത ഏഞ്ചൽ നമ്പർ ഏതാണ് എന്ന് കാണാം. ഈ നമ്പർ നമ്മൾ എഴുതേണ്ട സമയം എപ്പോഴാണെന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതാവുന്നതാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഇടതു കൈയിൽ ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ നേരത്തെ 24 എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതായത് ഇടതു കൈയിൽ ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലത്ത് 24 എന്നുള്ള ആ ഒരു നമ്പർ എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു. പണവശ്യത്തിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു നമ്പർ തന്നെയാണ് 24 എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അതല്ല പറയുന്നത്. 24 എന്ന് എഴുതുന്നവർ അത് തന്നെ തുടർന്നോളൂ. കാരണം അങ്ങനെ എഴുതുന്നത് മുഖാന്തരം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല സമയം വന്നതായും അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിയതായും പണം അവരെ തേടി വന്നതായും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ തന്നെ അവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ 24 എന്ന വാക്ക് എഴുതിയിട്ടും ഞങ്ങൾക്കൊരു ഫലവുമില്ല, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകളോ ഏഞ്ചൽ നമ്പറുകളോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒന്നാണ് ഇത്. മാത്രമല്ല ഇത് നമ്മൾ തുടർച്ചയായി കയ്യിൽ എഴുതുന്നതിലൂടെ നമ്മളെ തേടി ഭാഗ്യം വരും, അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു നമ്പർ നിങ്ങളുടെ ഇടത് കയ്യിൽ എഴുതാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും എഴുതാം. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, കുളിച്ചിട്ടില്ല, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ ഇതിന് അതിൻ്റേതായ ഒരു നിബന്ധനകളുമില്ല. നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇനി ഏത് നിറമുള്ള മഷിയുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പച്ച നിറമുള്ള മഷിയുള്ള പേന കൊണ്ടോ നീല നിറമുള്ള മഷിയുള്ള പേന കൊണ്ടോ നമ്മൾ നമ്മുടെ കൈകളിൽ ഈ ഒരു നമ്പർ എഴുതാവുന്നതാണ്. ഈ നമ്പർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ മാഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം അത് മാഞ്ഞു പോയി എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ അത് മാഞ്ഞു പോയാലും സാരമില്ല. ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും നമ്മുടെ കൈകളിൽ ആ ഒരു അക്കങ്ങൾ ഉണ്ടായാൽ മതിയാകുന്നതാണ്. അതല്ലാതെ എഴുതി കഴിഞ്ഞ ഉടൻ തന്നെ മാഞ്ഞു പോയി വീണ്ടും വീണ്ടും തുടരെ എഴുതണം എന്നൊന്നും തന്നെ നിങ്ങൾ ടെൻഷൻ വേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം എഴുതുക, നിങ്ങൾ അത് വിടുക. മാത്രമല്ല ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ നിറവേറി കിട്ടേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപ തുകയാണോ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത് എന്ന് കൃത്യമായ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടിയാണ് ഈ നമ്പർ എഴുതുന്നതെങ്കിൽ ആ കാര്യം നടന്നു കിട്ടിയതായിട്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയതായിട്ടും നിറവേറി കിട്ടിയതായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്
ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ചെയ്യേണ്ടത്. അത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ സാധിച്ചതിന് ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം 2190 എന്നുള്ള ഈ ഒരു നമ്പർ എഴുതുവാനായിട്ട്. ഇടത് കൈയുടെ തള്ളവിരലിന് താഴെയായി വരുന്ന സ്ഥലമാണ് ശുക്രമേട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. രാവിലെ ഉണർന്നതും എഴുതണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അപ്പോൾ എഴുതാം. അല്ല, എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിനു ശേഷം ഒരു 5 സെക്കൻഡെങ്കിലും നമ്മൾ ഈ നമ്പറിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തിന് നന്ദി പറയുക. ചിലർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമാണ്. ഒരു 20,000-ഓ 30,000-ഓ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം, ആർക്കെങ്കിലും കൊടുക്കുവാനുള്ള അവസാന ദിവസമാണ് ഇന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള നമ്പർ എഴുതി കുറേ നേരം ഇതിനെ തന്നെ നോക്കി ആ 30,000 രൂപ എനിക്ക് തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ തുടരെ നിങ്ങൾക്ക് ആ പണം കിട്ടിയ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഇന്ന് രാവിലെ എഴുതി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയ തുകയെങ്കിലും നിങ്ങൾ 30,000 രൂപ ചോദിക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പണം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഈ നമ്പർ എഴുതുമ്പോഴും ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഒരു ദിവസം മാത്രമേ എഴുതാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, നമുക്ക് ദിവസവും നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതുന്നതിലൂടെ സന്തോഷമായ വാർത്തകൾ നമ്മളെ തേടി വരും. ചിലർ പറയും ഇന്ന് എന്താണാവോ സംഭവിക്കുവാൻ പോകുന്നത്, എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല എന്ന് പറയുന്നവർക്ക് പോലും നല്ല സന്ദേശങ്ങൾ അവരെ തേടി വരുവാനും അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ അവരെ തേടി വരുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത ഏഞ്ചൽ നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായി വേറെ ഏഞ്ചൽ നമ്പറുകൾ ഉണ്ട് എന്നാണ്. പക്ഷേ ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ കയ്യിൽ എഴുതുകയാണെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ അത് എന്തും നടന്നു കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ചെയ്തു നോക്കുക. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, ഇനി ഒന്നും ഞങ്ങൾക്ക് നേടിയെടുക്കാനില്ല, ഒന്നും തന്നെ ഞങ്ങൾക്ക് ഫലിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ നിങ്ങൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം ഇങ്ങനെ തുടർച്ചയായി ഈ നമ്പർ കയ്യിൽ എഴുതൂ. 1 രൂപ പോലും നമുക്ക് ചിലവില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് ഈ സ്വിച്ച് ബോർഡുകളും ഏഞ്ചൽ നമ്പറുകളും താന്ത്രികങ്ങളിലും കൂടി തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു നോക്കുന്നതിൽ യാതൊരുവിധ തെറ്റും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ എഴുതുക. ഫലം നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് ബോർഡുകൾ, താന്ത്രികങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.